മുഹമ്മദിന്റെ മോളുടെ തല വെട്ടിയെടുത്താൽ എവിടെയാണെങ്കിലും മുഹമ്മദ് എവിടെ എത്തുമെന്ന് പറഞ്ഞ് മൂർച്ചയുള്ള വാളും കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ തല വെട്ടാൻ വേണ്ടിയിട്ട് അവരൊരുങ്ങുമ്പോ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പൂത്തുലയുന്ന മഹാത്ഭുതമായ വർത്തമാനമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ നബിദിനം ആഘോഷിക്കുമ്പോഴും മദീനയിലേക്കുള്ള യാത്രയും മദീനയുടെ സന്തോഷവും അവിടുത്തെ പരീക്ഷണങ്ങളും അവിടുത്തെ നൊമ്പരങ്ങളും മുഴുവനും നിങ്ങളുടെ നെഞ്ചോരം നിങ്ങൾ ചേർത്ത് വെക്കണം. അപ്പോഴാണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ നടത്തത്തിൽ ആവേശവും തക്ബീറും വിളിക്കുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അറിയാതെ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞു പോകുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കാതെ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു തന്റെ വാളൂരിക്കൊണ്ട് പറയുകയാണ്, ഈ സെയ്ദിന്റെ റൂഹിന്റെ അവസാനത്തെ ചലനം പോലും അവസാനിക്കുന്നത് വരെ എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ദേഹത്ത് തൊടാൻ നിങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് സെയ്ദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓരോരുത്തരുമായി പോരടിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഫാത്തിമ, നമ്മൾ ഏകദേശം മദീനയിലേക്ക് എത്താനായിട്ടുണ്ട്. ഫാത്തിമ, ഈ കാണുന്ന വഴിയോരത്തൂടെ മദീനത്തേക്ക് ഓടിയാ മതി മോളെ, നേരെ എത്തുന്നത് മദീനത്തേക്കാണെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു തആലാന്റെ മക്കത്തിൽ നിന്ന് ആ വഴിയിലൂടെ മദീനത്തേക്ക് ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട്. ഇന്നും മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ബസ്സിനകത്ത് പോകുമ്പോ ചിന്തിക്കണേ, കരയണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കരളും കുറുകി പോകുന്ന ചരിത്രം നിങ്ങൾ ഓർക്കണേ. മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടത്തോടെ മക്കയുടെ വഴിയിലേക്ക് നോക്കിയിരിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വരുന്നത് ഫാത്തിമയാണെന്നോ? ആ വരുന്നത് ഫാത്തിമയാണല്ലോ നബിയേ. ശരീരത്ത് മണ്ണും പൊടിയൊക്കെ ആയിട്ട് രക്തം ഇങ്ങനെ നെറ്റിയിലൂടെ ഒഴുകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് മുത്തം കൊടുക്കുമ്പോ, ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ആലിംഗനം കൊടുക്കുമ്പോ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതിനുശേഷമാണ് ആരംഭ റസൂലിന് ചിരിച്ചു പോയത്. പുന്നാരപ്പൂ റസൂലിൻ കരളല്ലോ ഫാത്തിമ, പൊന്നാലെ തീർത്ത ചരിത കടലല്ലോ ഫാത്തിമ, കിന്നാരം മൂളി സ്വർഗം വിളിയല്ലോ ഫാത്തിമ, കണ്ണീരിൽ നീന്തിയാലും സുബ്റല്ലോ ഫാത്തിമ, സുബ്റല്ലോ ഫാത്തിമ, പുന്നാരപ്പൂ റസൂലിൻ കരളല്ലോ ഫാത്തിമ, പൊന്നാലെ തീർത്ത ചരിത കടലല്ലോ ഫാത്തിമ, കടലല്ലോ ഫാത്തിമ. മദീനയുടെ ഓരോ ദിവസങ്ങളും പിന്നെ വർണ്ണം നിറഞ്ഞതായത് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പൂമുഖം പുഞ്ചിരിയാൽ നിറഞ്ഞത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നതിന് ശേഷമാണ്. പിന്നീട് ഓരോ മദീനയിലെ ഓരോ ദിവസങ്ങൾ ഓർക്കണം. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ്, ഈ റബീഉൽ അവ്വൽ നമ്മളോട് യാത്ര പറയുന്നതിന് മുമ്പ് ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. പിന്നെ ഓരോ ദിവസവും ആ പരിശുദ്ധ മദീനയിൽ അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മദീനത്ത് വന്ന മുഴുവൻ ആളുകൾക്കും പനി പിടിച്ചിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഒരു അസ്വസ്ഥതയാണ് മദീനത്ത് നിൽക്കുമ്പോൾ, ഒരു പ്രയാസമാണ്, കഴിയുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ് റസൂലേ, പറ്റുന്നില്ലെന്ന് പറയുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വർത്താനം, സഹാബത്തിന്റെ സങ്കടം, ഞങ്ങൾക്ക് മക്കത്ത് പോയാൽ മതിയായിരുന്നു, അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു, ഇത് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല. കാരണം എന്തെന്നറിയോ? ഈ പരിശുദ്ധ മദീന അത്രത്തോളം സ്വീകരണവും സ്നേഹവും പരിചരണവും പരിഗണനയും കൊടുത്തു. മക്കയാണെങ്കിലോ ഒരു ഷഹാദത്ത് ഉരുവിട്ട് കഴിഞ്ഞാൽ തല മരുഭൂമിയിലൂടെ ഉരുട്ടിപ്പോയ രംഗം ഓർമ്മ വരികയാണ്. ഈ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലും മക്കയിലെ ചെറിയ പിള്ളേരുടെ കയ്യിൽ കയറിൽ കെട്ടിയിട്ട് കയറ് കൊടുക്കുകയാണ്. ആ മക്കയിലെ മൂർച്ചയുള്ള കല്ലുകൾ കൂനയുടെ മുകളിലൂടെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചടച്ചു കൊണ്ടുപോയ രംഗമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല മുസ്ലിമേ. ആ രംഗമൊക്കെ ഓർത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിന്തിക്കുകയാണ്, മക്കത്തേക്ക് തിരിച്ചു പോവുകയോ? ആരംഭ
റസൂല് കൈ ഉയർത്തുകയാണ്, അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, പടച്ചവനെ ഞങ്ങൾക്ക് മദീനയോട് മഹബത്ത് തരണേ അല്ലാഹ്. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും മദീനയെ സ്നേഹിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും മദീനയോട് മഹബത്ത് കൊടുക്കണേ അല്ലാഹ്. കഹുബ്ബിനാ മക്ക, ഞങ്ങൾ മക്ക ഇഷ്ടപ്പെട്ടതുപോലെ ശബ്ദമല്ല, അതിനേക്കാളേറെ ഈ വാക്ക് നിങ്ങൾ പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവങ്ങളെ. മക്ക ഇഷ്ടപ്പെടുന്നത് പോലെയല്ല അല്ലാഹ്, അതിനേക്കാൾ കൂടുതൽ മദീന ഇഷ്ടപ്പെടാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമെന്ന് ആരാണ് ദുആ ചെയ്തത്? കാരുണ്യത്തിന്റെ നിറകുടം നബി മുഹമ്മദ് മുസ്തഫ. ആ മഹബത്താണ് പ്രിയപ്പെട്ടവരെ ഈ നബിദിനാഘോഷത്തിൽ എന്റെയും നിങ്ങളുടെയും നെഞ്ചിൽ തത്തിക്കളിക്കുന്നത്. അതുകൊണ്ടാണ് മദീന എന്ന വാക്ക് കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് മദീന എന്ന പേരിനോട് ഇത്ര മഹബത്ത് തോന്നുന്നത്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു മദീനയുടെ ചിത്രം കാണുമ്പോൾ കണ്ണ് നിറയുന്നത്. അതുകൊണ്ടാണ് ഒരു മദീനയുടെ പാട്ട് പാടുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത ആനന്ദമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, റബ്ബേ, ഞാൻ ഏത് കാലത്ത് മരണപ്പെട്ടാലും എന്റെ മരണം നിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട മദീനത്താക്കണേ എന്ന് ദുആ ചെയ്തത്. ഓരോ മഹാന്മാരെങ്ങനെ ദുആ ചെയ്തത്. മദീന എന്ന മലർവനിയിലെ മഹാത്ഭുതങ്ങളെ തിരിച്ചറിഞ്ഞു പോയ ഏറ്റവും വലിയ മഹബത്തിന്റെ പുഴയിലൂടെ നീന്തിക്കടന്ന മുഹബ്ബീങ്ങളുടെ ഹൃദയത്തിലേക്ക് മദീന എന്നതൊരു വലിയ പ്രേമ കൊട്ടാരമായി വളരാൻ കാരണം അതാണ്. ഞാനിത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് മദീന എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ, ലാളിത്യത്തിന്റെ ഒരു ചെറിയ ഒരു നുറുങ്ങെങ്കിലും ആ ഹൃദയത്തിന് തോന്നിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോൾ ആ സ്വീകരിച്ച സംഘത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോയി എന്ന് ഉറപ്പാണ്. അൽഹംദുലില്ലാഹ്. അതല്ലെങ്കിലോ എന്തിനാണ് നബിദിനമെന്ന് ചോദിക്കുന്ന, എന്തിനാണ് ഈ അലങ്കാരമെന്ന് ചോദിക്കുന്ന, എന്തിനാണ് ദഫുകളി എന്ന് ചോദിക്കുന്ന കുറെ മൗലിയാമാർക്ക് ചോറ് വെച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ എന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ പണപ്പിരിവ് നടത്താനുള്ള ആഘോഷമാണെന്ന് പറയുന്ന സംഘമുണ്ടല്ലോ, അവര് കുടുംബം വിറ്റ് ഹജ്ജിന് പോയാലും മദീന പോയൊരു നോക്ക് കാണാതെ മടങ്ങി വരുന്നവരാണ്. അല്ലാഹുവേ, ആ ഒരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ആ ഒരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ.